ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ വീഡിയോസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമുള്ള ഒരു തിരക്കിന്റെ പിന്നാലെയായിരുന്നു ഞാനും എൻ്റെ കുടുംബം മൊത്തം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കുടുംബം മൊത്തം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു. അപ്പൊ എന്താണ് ആ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നവംബർ 20-ാം തീയതി ഞാൻ ഒരു അപ്പനായിരിക്കാണ്. ഒരു പെൺകുട്ടി ഞങ്ങൾക്ക് ജനിച്ചിരിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയിട്ട് സിനിമ കാണാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള 2 സിനിമകൾ പോയി കണ്ടു. അതിൽ ആദ്യത്തെ സിനിമയെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷ്മദർശിനിയാണ് ആ സിനിമ. വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് നേടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് വളരെയധികം എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ എക്സ്പെക്ടേഷൻ ആ ഒരു ലെവലിലോട്ട് സിനിമ എത്തിയില്ല. അതിനർത്ഥം ഇതൊരു മോശം സിനിമ എന്നല്ല, ഞാൻ എന്തൊക്കെയോ കൂടുതലൊക്കെ പ്രതീക്ഷിച്ചു. ബട്ട് ഈ ഒരു സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ സൂപ്പർബായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പഴുതുകൾ അടച്ച് വന്നിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ള ജോണറിലൊക്കെ പെടുത്താവുന്ന ഒരു മൂവിയാണ്. യൂഷ്വലായിട്ട് ഒരാണാണ് ചില ത്രില്ലർ സിനിമകളിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. സോ നെസ്റ്റ് ആണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ് ഒരു വില്ലൻ വേഷത്തിലാണ് വരുന്നത്. സോ കിട്ടില്ലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്, അയൽവാസികളുടെ ഇടയിൽ ഒരു പുതിയൊരു വീട്ടുകാർ വരുന്നു. എന്തോ ദുരൂഹതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റിനെ പറ്റിയിട്ടും അവർ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്നതും എന്ന് തുടങ്ങുന്ന കള്ളത്തരങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് കഴിവുകളെ പറ്റിയിട്ടൊക്കെ കിട്ടില്ലനായിട്ട് സിനിമ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്തെടുത്തു എന്നുള്ളത് സിനിമ കണ്ട അവസാനത്തിലോട്ട് എത്തുമ്പോൾ നമ്മുടെ കിളി പോകുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് വാച്ച് സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ചില കാര്യങ്ങളോട് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം, ഇതെങ്ങനെ അവർ സാധിച്ചെടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ ഒന്നും കൂടി കാണാം. ബട്ട് ഈ ഒരു സിനിമ ഒരു മിസ്റ്ററി ത്രില്ലർ മോഡിൽ പോകുമ്പോഴും ഒരു ഡാർക്ക് മോഡിലാണ് സിനിമ പോകുന്നത്. അത്ര ഒരു പ്ലീസിങ് ആയിട്ടുള്ള രീതിയിലല്ല. ബട്ട് ചെറിയൊരു ദുരൂഹത, ഒരു ഡാർക്ക്നെസ് സിനിമയിൽ ഉടനീളം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കിഡിലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈച്ച് ആൻഡ് എവ്രി കാസ്റ്റ് സൂപ്പർവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് ഒക്കെ പക്കയായിരുന്നു. ബേസിലിന്റെ ഒക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഇതുവരെ അത്തരത്തിലൊരു പെർഫോമൻസ് നസ്രിയുടെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും ബേസിലിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. അതുമാതിരി തന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും സൂപ്പർവായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആക്ടേഴ്സ് ഇതിലോട്ട് വരുന്നുണ്ട്, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. കിഡിലനായിരുന്നു. ടെക്നിക്കൽ സൈഡ് ഓൾസോ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ, എഡിറ്റിംഗ് ചമൻ ചോക്കോ എടുത്ത് പറയണം. ഇതില് എഡിറ്റിങ്ങിന്റെ കുറച്ച് കളികളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ട്രാൻസിഷൻ എഫക്റ്റ് പരിപാടികളല്ല. ഇതിന്റെ സ്റ്റോറിയുടെ പോക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറയുകയാണെന്നുള്ളത് ഒന്നും നോക്കാതെ, ഒന്നും അറിയാതെ ഇതൊരു ത്രില്ലർ സിനിമയാണെന്ന് കരുതിയിട്ട് സിനിമയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. ആൻഡ് ഓൾസോ ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ഇന്റൻസിറ്റിയുടെ ചില പീക്കിൽ എത്തുമ്പോൾ ചില സാധനങ്ങൾ വരും. ഈ ഹാരി പോട്ടറിന്റെ ഒരു ലൈൻ ഓഫ് മ്യൂസിക് കിഡിലനായിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ. ബട്ട് ഞാൻ അഗൈൻ പറയുന്നു, ഞാൻ വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് കേട്ടത് കൊണ്ടാണ് എൻ്റെ എക്സ്പെക്ടേഷൻ്റെ ലെവൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിനർത്ഥം ഇതൊരു മോശം സിനിമ എന്നോ അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നല്ല. സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ സൂപ്പർ മൂവി. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കിഷ്കിന്ധാകാണ്ഡത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റാവുന്ന രീതി, അതും ഒരു പഴുതടച്ചൊരു ഗംഭീര ത്രില്ലറായിരുന്നു. അതുപോലത്തെ ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ചെറിയ രീതിയിൽ അവിടെയൊക്കെ ചെറിയ ഹൊറർ എലമെന്റ്സും ചെറിയ പേടിപ്പെടുത്തലുകളും പരിപാടികളൊക്കെ ഉണ്ട്, കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് ഹലോ മമ്മിയാണ്. വൈശാഖ് ലെൻസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണോ രണ്ടാമത്തെ സിനിമയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കൂടുതൽ ഡാറ്റ എനിക്ക് കിട്ടിയില്ല. സോ ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീനാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ ഒരു സിനിമ ഞാൻ കണ്ട് എൻജോയ് ചെയ്തു. കുറച്ച് ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്നൊരു മൂവിയാണ്. സോ അതൊരു ഭയങ്കര ഗംഭീര സിനിമ, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ എന്നുള്ള രീതിയിലല്ല, അത്യാവശ്യത്തിന് ചിരിക്കാനും ചെറിയ രീതിയിലുള്ള ഹൊറർ എലമെന്റ്സ് കാര്യങ്ങൾ. ഹൊറർ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിപ്പിക്കുന്ന സംഭവം എന്നല്ല, ഹൊറർ ഉണ്ട് പ്ലസ് കോമഡി എന്നുള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഷറഫുദ്ദീന്റെ ഒരു രസകരമായിട്ട് പെർഫോമൻസ് ഇതിലുണ്ടായിരുന്നു. ഷറഫുദ്ദീന്റെ പെർഫോമൻസ് എനിക്ക് കണ്ടപ്പോൾ എവിടേക്കോ എനിക്ക് ദിലീപ്, അതുമാതിരി തന്നെ നിവിൻ പോളിയുടെ റിസംബ്ലൻസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഓർമ്മ വന്നു. സോ എൻ്റെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന 2 പേര്, ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീൻ ക്യാരക്ടർ. സോ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ മരിച്ചുപോയി. ബട്ട് ആളുടെ പ്രേതം അവിടെയുണ്ട്. അപ്പൊ അമ്മയ്ക്ക്
ഷറഫുദ്ദീൻ ഇഷ്ടമല്ല. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. സോ അതിന്റെ പ്ലോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും കൊള്ളാമെന്ന് തോന്നിയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്കിത് ഇങ്ങനെ തന്നെ അവസാനിക്കും എന്നുള്ളത് നമുക്ക് തോന്നി, അതുപോലെ തന്നെ അവസാനിച്ചു. പക്ഷെ അവർ എടുത്തിരിക്കുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും കൈയടി അർഹിക്കുന്നുണ്ട്. കാരണം അതിന്റെ VFX പരിപാടികൾ, ഹൊറർ എലമെന്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അവർ പിടിച്ചിരിക്കുന്നത്, എസ്പെഷ്യലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജു ആണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടിയും സംതിങ് എക്സ്ട്രാ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ യൂഷ്വലായിട്ട് വരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കാമായിരുന്ന ഒരു സിനിമ ആയെന്നുള്ളതാണ് തോന്നിയത്. സോ നിങ്ങൾക്കൊരു ചിരിച്ചുല്ലസിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അറ്റ് പ്രസന്റ് ഉള്ളതിൽ കണ്ടുചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഹലോ മമ്മി എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു സിനിമയാണ്. ഇതിന്റെ സിനിമോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ആർട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കണ്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. സോ ഈ 2 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു കാണുമ്പോഴേക്കും ഗുഡ് ബൈ.